അല്ല, അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തത് തന്നെയാണ് സുകുമാരൻ നായർ ചൊടിപ്പിച്ചിട്ടുള്ളത്. അതേന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ അദ്ദേഹം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിൽ നിന്നും മനസ്സിലാകുന്നത് കോൺഗ്രസിന് ഹിന്ദു വോട്ട് വേണ്ട എന്നാണെന്നാണ് അദ്ദേഹം പറയുമ്പോൾ. അത് മുഴുവൻ വായിക്കണമല്ലോ, അല്ലാതെ ഒരു വാചകം വായിച്ചിട്ട് നമുക്ക് അത് പറയാൻ പറ്റില്ല. ചുടിപ്പിച്ചത് തന്നെയാവാം. അതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഒരു പത്രപ്രവർത്തനം അദ്ദേഹത്തെ കാണുന്നതും അഭിമുഖ സംഭാഷണം നടത്തുന്നതും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്താണ് അദ്ദേഹം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. ഇനിയും പിന്നെ സമദൂര സിദ്ധാന്തം പിന്നെ ഒഴിവാക്കുന്നതാണോ, ഇപ്പം പിണറായി വിജയനെ ഭക്തനായിട്ട് പിന്നെ വെള്ളാപ്പള്ളിക്ക് തോന്നിയതുപോലെ ഒരു ഭക്തനായിട്ട്, യഥാർത്ഥ ഭക്തനായിട്ട് എന്നെ സ്വപ്നം തോന്നുന്നുണ്ടോ നമുക്കറിഞ്ഞൂടാ. ശരി, നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഈ വാർത്തകൾ പ്രതികരിച്ചത്. ഇപ്പോൾ സൈഫ് സൈലാദ്ദീൻ വീണ്ടും ചേരുന്നു. സൈഫ്, അല്പം മുമ്പ് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ സുകുമാരൻ നായരെ വിളിച്ചിരുന്നു. സുകുമാരൻ നായർ പറയുന്ന ഈ കാര്യം പലവട്ടം ആവർത്തിച്ചതാണ്. ഇനി അതിലേക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതെ, ഞാനും വിളിച്ചിരുന്നു. ഞാനും കുറേ സമയമായിട്ട് അദ്ദേഹത്തിന് രാവിലെ മുതൽ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് BJPയുടെ നിലപാടിനൊപ്പമല്ല. സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികൾക്കൊപ്പമല്ല കോൺഗ്രസ് പാർട്ടി ഉള്ളത്. കേന്ദ്ര സർക്കാരാണെങ്കിൽ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയുക വഴി കഴിഞ്ഞ 9.5 വർഷം സംസ്ഥാന സർക്കാർ NSS എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയനും NSSും തമ്മിലുള്ള നേർക്കുനേർ പോര് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. CPMും NSSും തമ്മിലുള്ള പോര് നേർക്കുനേർ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സമയത്ത് NSS ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം അത് UDFനെയും BJPയും അതിഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി. കാരണം അവർ അതിന്റെ പ്രശ്നം അജിംസ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയെടുത്തുന്നതാണ് അതിനകത്തെ ആ സംഭവം ഉണ്ടാകുന്നത്. ആ അഭിമുഖത്തിലെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ബോധ്യപ്പെടുന്നത്. ആ അഭിമുഖത്തിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമുണ്ട്. ആ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഹിന്ദു വോട്ടുകൾ അവർക്ക് വേണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത്, എനിക്ക് തോന്നുന്നത് ആ ഹിന്ദു വോട്ടുകൾ അവർക്ക് വേണ്ട എന്നാണ്, അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ന വാചകം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തോട് NSSന് കടുത്ത അതൃപ്തി NSS രേഖപ്പെടുത്തുകയാണ്. വ്യക്തിപരമായി സുകുമാരൻ നായരും അതുപോലെ തന്നെ സതീശനും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അത് വ്യക്തിപരമായല്ല പൊളിറ്റിക്കലി ആയിരിക്കും അവർ, പക്ഷേ അവർ തമ്മിൽ വലിയ സ്വരച്ചേർച്ചലല്ല എന്നൊരു രാഷ്ട്രീയ ഫാക്ട് നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് 2023 ഇതേ മാധ്യമത്തിന് സുകുമാരൻ നായർ അഭിമുഖം കൊടുത്തിരുന്നു. അന്ന് അദ്ദേഹം അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടിയെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നതെങ്കിൽ UDF ജയിക്കുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്നാണ്. അതായത് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ ചെന്നിത്തലയോടുള്ള ആ വിരോധം അദ്ദേഹം ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നാണോ? ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ താക്കോൽ സ്ഥാനത്തേക്ക് ഈ സമുദായത്തിൽപ്പെടുന്ന ഒരാളെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കൂ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അതിന് പിന്നാലെയാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി കൊണ്ടുവരുന്നത്. അത് KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി KPC അധ്യക്ഷൻ ആരാണോ അദ്ദേഹത്തെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അധികാരത്തിലേക്ക് വരില്ല എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വന്ന് എത്തിച്ചേരുന്നത്. അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. വ്യക്തിപരമായ അടുത്ത ബന്ധമാണ്. ഇപ്പോൾ സുകുമാരൻ നായരെ അടുപ്പമുള്ള ആൾക്കാർ വിളിക്കുന്നത് മണിച്ചേട്ടൻ എന്നാണ്. രമേശ് ചെന്നിത്തലയെടുത്ത് വ്യക്തിപരമായി നമ്മൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകുമ്പോഴോ അല്ലാതെയൊക്കെ സംസാരിക്കുമ്പോൾ നേരത്തെ, ഇപ്പോഴത്തെ കാര്യമല്ല, നേരത്തെ അങ്ങനെ സംസാരിക്കുമ്പോൾ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിൽ വിളിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബന്ധം പിന്നീട് കുറച്ച് വഷളായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ആ രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ സതീശനും VD സതീശനും സുകുമാരൻ നായരും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലല്ല എന്നൊരു സംഭവം നിലനിൽക്കുന്നുണ്ട്.